നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഗംഭീർ എറ ഗംഭീരമായിട്ട് തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ശ്രീലങ്കയ്ക്കെതിരെയുള്ള ആദ്യ T20 മത്സരത്തിൽ ടീം ഇന്ത്യക്ക് 43 റൺസിൻ്റെ തകർപ്പൻ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റിന് 213 റൺസ് എടുത്തപ്പോൾ ശ്രീലങ്കയ്ക്ക് 170 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 19.2 ഓവറുകൾ അവർ ഓൾ ഔട്ട് ആവുകയായിരുന്നു. പക്ഷേ അവരുടെ ബാറ്റിങ്ങിൻ്റെ തുടക്കത്തിൽ നടത്തിയ മികച്ച പ്രകടനം നമ്മൾക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ് പതും നിസാങ്കയും കുശാൽ മെൻഡിസും ചേർന്ന് നടത്തിയിട്ടുള്ളത്. ആദ്യ വിക്കറ്റ് വീഴുമ്പോൾ അവരുടെ സ്കോർ കാർഡിൽ 84 റൺസ് ഉണ്ടായിരുന്നു. രണ്ടാം വിക്കറ്റ് വീഴുമ്പോൾ പതും നിസാങ്ക പോകുമ്പോൾ 14 ഓവറുകളിൽ അവർക്ക് 140 റൺസുമായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് തുടരെ വിക്കറ്റുകൾ വീണ് അവർ 170 അവസാനിക്കുകയായിരുന്നു ഇന്നിങ്സ്. ഏതായാലും ഇന്ത്യയുടെ ഭാഗത്ത് തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം നമ്മൾ കണ്ടു. സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത്, യശസ്വി ജയ്സ്വാൾ, ഗില്ല് ഇവരൊക്കെ മികച്ച കോൺട്രിബ്യൂഷൻ തന്നെ നൽകി. ജയ്സ്വാളും ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ ഇന്ത്യ 74 റൺസാണ് അടിച്ചത്. പവർ പ്ലേയുടെ അവസാന ഓവറിലായിരുന്നു ആ വിക്കറ്റ് വീണത്. ഗില്ലും അടങ്ങി അദ്ദേഹം 16 പന്തുകളിൽ നിന്ന് 6 ഫോറും 1 സിക്സറും അടക്കം 34 റൺസാണ് അടിച്ചത്. അതേസമയം യശസ്വി ജയ്സ്വാൾ 21 പന്തിൽ നിന്ന് 40 റൺസ് അടിച്ചു. നായകൻ സൂര്യകുമാർ യാദവിന്റെ വെടിക്കെട്ട് 26 പന്തിൽ നിന്ന് 8 ഫോറും 2 സിക്സും അടക്കം അദ്ദേഹം 58 റൺസ് കുറിച്ചു. ഋഷഭ് പന്ത് ഒരു ഭാഗത്ത് പതിയെ കളിച്ചു തുടങ്ങിയതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ചില ക്യാച്ചുകളൊക്കെ ഡ്രോപ്പ് ചെയ്തു. പക്ഷെ പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് റിക്കവർ ചെയ്ത് റൺ അടിച്ചു. 33 പന്തിൽ നിന്ന് 6 ഫോറും 1 സിക്സും അടക്കം 49 റൺസാണ് അദ്ദേഹം നേടിയത്. ഹാർദിക് പാണ്ഡ്യ 9, റിയാൻ പരാഗ് 7, റിങ്കു 1, അക്സർ പട്ടേൽ 10 റൺസുമായിട്ട് പുറത്താകുന്നു. അങ്ങനെ ഇന്ത്യയുടെ സ്കോർ 213 റൺസിലേക്ക് എത്തുകയായിരുന്നു. ശ്രീലങ്കയ്ക്ക് വേണ്ടി പതിരാനയുടെ ബൗളിംഗ് എടുത്തു വരണം. അദ്ദേഹം 4 ഓവറുകളിൽ 40 റൺസിന് 4 വിക്കറ്റുകൾ പിഴുതെടുത്തു. മറുപടി ബാറ്റിങ്ങിൽ ശ്രീലങ്ക നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തകർപ്പൻ തുടക്കമാണ് ഇട്ടത്. മെൻഡിസ് 27 പന്തിൽ നിന്ന് 45 റൺസുമായിട്ട് മടങ്ങി. കുശാൽ പെരേര 14 പന്തിൽ നിന്ന് 20 റൺസ് എടുത്തു. കവിൻഡു മെൻഡിസ് 8 പന്തിൽ നിന്ന് 12 റൺസാണ് അടിച്ചത്. പതും നിസാങ്കയായിരുന്നു അവരുടെ തുറുപ്പ് ചീട്ട്. അദ്ദേഹം 48 പന്തിൽ നിന്ന് 7 ഫോറും 4 സിക്സറും അടക്കം 79 റൺസ് അടിച്ച് ഇന്ത്യക്ക് ഭീഷണിയായി വളരവേ അക്സർ പട്ടേൽ ബൗൾഡാക്കി മടക്കി വിടുകയായിരുന്നു. ഷനാക്ക റണ്ണൊന്നും എടുക്കാതെ ഡക്കായി. നായകൻ ഹസരംഗ ഡക്കായിട്ട് മടങ്ങി. ബിഷ്ണോയിയാണ് അദ്ദേഹത്തെ മടക്കി വിട്ടത്. ഹസരംഗ 2 റൺസ്, തീക്ഷാന 2 റൺസ്, പതിരാന 6 റൺസ്. അങ്ങനെ അവരുടെ വിക്കറ്റുകൾ ചെറപറ വീണു. അതിൽ എടുത്തു പറയണം റിയാൻ പരാഗിന്റെ കാര്യം. അദ്ദേഹം 1.3 ഓവർ ബോൾ ചെയ്ത് 5 റൺസിന് 3 വിക്കറ്റുകൾ പിഴുതെടുത്തു. അക്സർ പട്ടേൽ 2 വിക്കറ്റുകൾ എടുത്തു. അർഷ്ദീപ് സിംഗിന് 2 വിക്കറ്റ്, സിറാജും ബിഷ്ണോയും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. എന്തായാലും തകർപ്പൻ തുടക്കമാണ് ഗംഭീറിന്റെ ഈ കാലഘട്ടത്തിൽ ഗംഭീർ എറയിൽ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. 43 റൺസിന്റെ കിടിലൻ വിജയം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.